ഹലോ. അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളതേ സിറ്റി എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഫുള്ള് സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിംഗ് ആണ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ഇത് ഒരാൾക്ക് 60 ലാറിയാണ് ബോട്ടിങ്. കുഴപ്പമില്ലായിരുന്നു. നമുക്കിവിടെ അവരുടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ഒന്ന് ബോട്ടിൽ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരും. നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തായിരുന്നു. നമുക്ക് അവിടെ വൈൻ അല്ലെങ്കിൽ ടീ, കോഫി, ബെവറേജ് നമുക്ക് അവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങി നമുക്ക് അത് കുടിച്ച് നമുക്ക് ബോട്ട് യാത്ര എൻജോയ് ചെയ്യാം. എന്നെ കാണാൻ കുബേരനിലെ ദിലീപിൻ്റെ ഒരു കട്ടില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളപ്പോൾ ടിബ്ലിസി, ഇതിപ്പോൾ ഓൾഡ് ടൗണിൽ വന്നിരിക്കുകയാണ്. നമ്മളപ്പോൾ ബോട്ടിങ് ചെയ്തു. ഇനി നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഓൾഡ് ടൗൺ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കേബിൾ കാർ കയറി ഞങ്ങൾ മുകളിലൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് കേബിൾ കാർ പോയില്ല. ഇവിടെ ജസ്റ്റ് ബ്രിഡ്ജിൽ കണ്ടിട്ട് നമ്മുടെ ഡ്രൈവർ നമ്മുടെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യും. അപ്പോൾ പുള്ളി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ലൈക്ക് ബാഗ് സൂക്ഷിക്കണം, എന്താണ് പേഴ്സ് സൂക്ഷിക്കണം, പിന്നെ ഫോട്ടോസ് ആരെങ്കിലും എടുത്തുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പറയണം എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രിഡ്ജിൽ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് അറിയത്തില്ല. പുള്ളിക്കും അത്ര അറിയത്തുള്ളൂ. ഇവിടെ ഒടുക്കത്തെ തണുപ്പ്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മേ, ഗ്ലൗസും ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയത് കാരണം പ്രോപ്പറായിട്ട് ഒന്നും പാക്ക് ചെയ്യാത്തതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർ ജാക്കറ്റ് ഇല്ല, ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. ഇവിടെ ആണെങ്കിൽ കാത് രണ്ടും അടിച്ചു പോകുന്നു, കാറ്റും തണുപ്പും. വായെല്ലാം കൂടി കോച്ച്. അയ്യോ വയ്യാതെ. ഗൈസ്, ഇന്ന് നമ്മൾ ജാക്കറ്റ് ഒന്നും ഇടാതെ ഈ ജാക്കറ്റ് നമ്മൾ നാളെ പുതിയ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇരുന്നാണ്. ലൈക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാപ്പോഴും ഒരു ജാക്കറ്റ് ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ കൊടും കൊടും തണുപ്പിൽ നമുക്ക് ഈ ജാക്കറ്റ് ഇടേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ പക്ഷെ ഇത് കണ്ടിട്ടില്ല. നാളെ നിങ്ങൾ ഫ്രഷായി ഈ ജാക്കറ്റ് കാണും. ബ്രിഡ്ജ് കണ്ടതിന് ശേഷം നമ്മളോട് താഴെ എവിടെയോ പാർക്കിങ്ങിൻ്റെ അവിടെ വരാൻ പറഞ്ഞ്, പക്ഷെ ആ പാർക്കിങ് എവിടെയാണെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതുവരെ കാണാൻ പറ്റുന്നില്ല. ബ്രിഡ്ജ് അങ്ങ് അപ്പുറത്തെ ഏരിയയിൽ എവിടെയോ നമ്മളിപ്പോൾ നമ്മൾ തെറ്റി കളി. ബ്രിഡ്ജ് അവിടെ കിടക്കുന്നു. ഗൈസ്, വി ആർ ലോസ്റ്റ്. ഇതിലേ പോയി നോക്കിയല്ലോ. ഗൈസ്, ഒരു അപ്ഡേറ്റ് പറയാൻ വിട്ടുപോയിട്ടാ. നമ്മളെ ബ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പയ്യനെ കണ്ടു, തമിഴ് പയ്യൻ, വിഷ്ണു. നമ്മൾ എത്ര ഫോട്ടോ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പുള്ളിക്കാരൻ
പ്രൊഫഷണൽ ക്യാമറയിൽ നമുക്ക് ഫോട്ടോസ് എടുത്ത് തന്നു. ആൻഡ് ഒരു ഫ്രെയിമും പിന്നെ ബാക്കി ഫോട്ടോസ് സോഫ്റ്റ് കോപ്പി ആയിട്ട് തരും. 20 ലാറി, ഇവിടുത്തെ കറൻസി ലാറിയാണ് കേട്ടോ, ജോർജിയൻ ലാറി. അത് അപ്പം 20 ലാറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 20 ജെൽ ലൈക്ക് അതൊരു 26 റിയാലൊക്കെയാണ്. പക്ഷേ നമ്മൾ ഫ്രെയിം നമ്മൾ വെച്ചപ്പം കുറച്ച് വലിയ ഫ്രെയിമാണ് വാങ്ങിയത്, അപ്പോൾ അത് 30 ലാറിയായി. ബട്ട് ഇറ്റ്സ് വെരി വർത്ത് ലൈക്ക് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഫ്രെയിം. ഒന്നില്ലടി, ഞാൻ ബാഗ് ഓപ്പൺ ചെയ്യുക. ചേടാ അങ്ങനെ അടിപൊളി നല്ല കുറച്ച് ഫോട്ടോസ് നമ്മുടെ ഇൻഡിവിജ്വലും പിന്നെ ഗ്രൂപ്പായിട്ടും കിട്ടി. അത് ബാക്കി നമ്മൾ കൈ കിട്ടിയിട്ടില്ല, അത് അവൻ ഇമെയിൽ വാട്സപ്പിൽ ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അമ്മയെ ബസ് ഇടിച്ച് ചാകും. ഹോട്ടലിൽ ഇപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ വന്ന ഉടനെ തന്നെ സൈറ്റ് സീയിങ്ങിന് പോയല്ലോ. നല്ലൊരു ലൊക്കേഷനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം ഇരുട്ടാണ്. പക്ഷേ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ റൂം. ഹോട്ടല് എല്ലാം കൂടി പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇത് പുള്ളീൻ്റെ വീട് തന്നെയാണ്. അത് നമ്മളിപ്പോഴാണ് ഹോട്ടലാണെന്ന് അല്ല ഹോട്ടലല്ല വീടാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 3 minutes ഡിസ്റ്റൻസിലാണ് ലൈക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. നമ്മൾ ഇത്തവണ ജോർജിയൻ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഡംപ്ലിങ്. അതിൻ്റെ പേര്, ഡംപ്ലിങ്ങിൻ്റെ പേരെന്തായിരുന്നു? കിങ് ഖാലി എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ ഫേമസ് ആണ്. പിന്നെ ഒരു കച്ചാപ്പൂരി എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ ഫേമസ് ആണ്. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ചിക്കൻ ബാർബിക്യൂ ഓർഡർ ചെയ്തു. അപ്പം അത് ഇപ്പോൾ വരും, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ പിസ്സ പോലെ ഇരിക്കുന്നു, ഫുൾ ചീസ്, കുഴപ്പമില്ല. ജോർജിയൻ ഫുഡ് കഴിക്കാനുള്ള ത്വര ഏകദേശം നമുക്ക് ഇന്നത്തോടുകൂടി അത് മാറിക്കിട്ടി. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, പാലെടുത്തിട്ട് പോയില്ലേ. ഇപ്പം എന്നിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഐസ്ഡ് കോഫി വാങ്ങി. കടുപ്പം കാരണം ചങ്ക് കത്തിപ്പോന്നുള്ള രീതിക്കുള്ള കടുപ്പം കഴിച്ചിട്ടിരിക്കാൻ വയ്യ. എത്ര പാലൊഴിച്ചാൽ ശരിയാവോ തോന്നുന്നു. ഏകദേശം ഫുഡ് ഷോക്കായിരുന്നു. നാളെ ഇനി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് തപ്പിപ്പോണം. നമുക്ക് നമ്മളെ ഭാരത് മാതാ കീ ജയ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ ടിബ്ലിസി. ഇനി നാളത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.